പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് ആർ പി ശ്രീനിവാസൻ, സിറ്റിസൺ ഫോറം എന്ന് പറഞ്ഞ സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. കുറച്ച് നാളുകളായി നിരവധി ആളുകൾ സിറ്റിസൺ ഫോറത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബന്ധപ്പെടുന്നവർ അധികവും ഈ പാവപ്പെട്ട സാധാരണക്കാരാണ്. എന്താണ് ഇവർ വിഷയമെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസ്ഡ് ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളും ഈ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ക്രെഡിറ്റ് കാർഡ് എടുപ്പിക്കുകയാണ്. ഈ പാവങ്ങൾക്ക് നിത്യജീവിതത്തിനേ വഴിയില്ല. ഈ ബാങ്കുകളുടെ അക്കൗണ്ട് എടുക്കുന്നത് തന്നെ സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഇപ്പോൾ ബാങ്കുകളിലൂടെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാവങ്ങൾ അക്കൗണ്ട് എടുക്കുന്നത്. ഇങ്ങനെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ വിളിച്ച് ഈ എഴുത്തും വായനയും അറിയാത്ത, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണക്കാരനോട് നിർബന്ധിച്ച് ക്രെഡിറ്റ് കാർഡ് എടുപ്പിക്കുകയാണ്. ഇനി ഇത് ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ ഇത് എന്ത് കാർഡാണോ? ഇപ്പോൾ നമ്മുടെ രാജ്യത്തെന്ന് പറഞ്ഞാൽ അരഞ്ഞാച്ചേരട്ട് അല്ലാത്തതിന് എല്ലാവരും ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യുന്ന പോലെ പലതരത്തിലുള്ള കാർഡുകൾ വന്നു കഴിഞ്ഞു. പൗരത്വ കാർഡ്, ആധാർ കാർഡ്, ഇലക്ഷൻ ഐഡൻറ്റി കാർഡ്, ആ കാർഡ്, ഈ കാർഡ്. ഇനിയിപ്പോൾ പുതിയ സംസ്ഥാന സർക്കാർ പുതിയൊരു കാർഡ് ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ പാവങ്ങൾക്ക് ഇതാകെ മൊത്തം കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ബാങ്ക് പോയിട്ട് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എ ടി എം കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവർക്കും പൈസ വലിക്കണമെങ്കിൽ കാർഡ് വേണമല്ലോ. അപ്പോൾ ആ കാർഡിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫോമിൽ എഴുതി ഒപ്പിടിപ്പിക്കുന്നു. ഈ ഒപ്പിടിപ്പിച്ച് കഴിയുമ്പോഴാണ് പിന്നീട് ഇവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വരുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് വന്നിട്ട് എല്ലാ വർഷവും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് ചാർജായിട്ട് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുമ്പോഴാണ് ഇവർ കണ്ണു തുറക്കുന്നത്. ഉടനെ തന്നെ ഇവർ ബാങ്കിൽ പോകുന്നു, ഇവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല, ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും എല്ലാ വർഷവും ഇതുപോലെ പൈസ പോകുന്നു, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് തരണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഇവിടെ തരാനേ പറ്റുള്ളൂ, അത് ക്യാൻസൽ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, നിങ്ങൾ ഉടനെ ചെയ്യൂ, ഇന്ന നമ്പറിലേക്ക് ഇൻഫോം ചെയ്താൽ മതി. അങ്ങനെ ഇവരൊരു നമ്പറിലേക്ക് ഇൻഫോം ചെയ്യും. ഇത് ഈ ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും മാത്രം പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും സംവിധാനത്തിലേക്ക് ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ടോൾ ഫ്രീ IVR സംവിധാനമാണ്. എന്നിട്ട് തുടങ്ങുകയായി എന്ത്, മറ്റേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ 1 പ്രസ് ചെയ്യുക, ചായ കുടിക്കണമെങ്കിൽ 2 പ്രസ് ചെയ്യുക, ഗ്ലാസ് എടുക്കണമെങ്കിൽ 3 പ്രസ് ചെയ്യുക, ഗ്ലാസ് കഴുകിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ 4 പ്രസ് ചെയ്യുക. ജന്മത്ത് കാര്യം നടക്കില്ല. അവസാനം തൊക്കെ ഭ്രാന്ത് പിടിച്ചിട്ട് ഇതെല്ലാം കൂടി അവസാനിപ്പിച്ച് ആളുകൾ തെട്ടെറിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഇതിലേക്ക് പരാതി പറഞ്ഞു വരുന്ന ആളുകളെ, ഈ ക്രെഡിറ്റ് കാർഡ് വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഇതുപോലെ പരാതിപ്പെട്ട് ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവസാനം ഇവരുടെ എക്സിക്യൂട്ടീവ് വിളിക്കും. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം, ഇത് എന്തിനാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണത്, ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണപ്പെടും, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിന്നീട് അങ്ങനെയാണ് ഇപ്പിടിയാണെന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്യാതെ നിലനിർത്തുകയും ഈ പാവങ്ങളുടെ അക്കൗണ്ടിലെ പൈസ വർഷാവർഷവും ഒരാവശ്യവുമില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ബാങ്കിങ് ഓംബുഡ്സ്മാനും ബാങ്കിൻ്റെ അധികാരികളുമൊക്കെ